എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പുതുവർഷത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ അല്ലേ. 2025 കുറേ പ്രതീക്ഷകളും കുറേ സ്വപ്നങ്ങളുമൊക്കെ മനസ്സിൽ കോരി വെച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം മറ്റൊരു വർഷം പടിയിറങ്ങുകയാണ് 2024. ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ സമ്മാനിച്ച് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങനെ പടിയിറങ്ങുകയാണ്. ഏതായാലും നഷ്ടങ്ങളെയും നഷ്ടസ്വപ്നങ്ങളെയും ഒക്കെ നമുക്കങ്ങ് വിസ്മരിക്കാം. എന്നിട്ട് പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ കൊളുത്തിയിട്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്കൊന്ന് നടന്ന് നോക്കാം. എന്നാൽ ഇതൊന്നുമല്ല നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതായത് ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വാക്കുകൾ കൊണ്ട് എന്ത് സമ്മാനമാണ് നിങ്ങൾക്ക് സമ്മാനിക്കേണ്ടതെന്ന ആലോചനയിലായിരുന്നു. ഒരുപാട് ആലോചിച്ചു, ഒരുപാട് ചിന്തിച്ചു. എനിക്ക് കിട്ടിയ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു കാര്യത്തെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു വാക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നത് സ്നേഹം എന്നായിരിക്കും അല്ലെ. തീർച്ചയായിട്ടും സ്നേഹത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് മൂല്യമുണ്ട്. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പോലും സ്നേഹമെന്ന രണ്ടക്ഷരത്തിൽ തന്നെയാണ്. എന്നാൽ പഴയ കാലത്തിന്റെ മൂല്യമുള്ള വാക്കിനപ്പുറം പുതിയ കാലത്തിന്റെ ഏറ്റവും മൂല്യമുള്ള വാക്ക് എന്താണ് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. സ്നേഹം വളരെ മൂല്യമുള്ള വാക്കാണ് എന്ന് പറയുമ്പോഴും ആ മൂല്യമുള്ള വാക്ക് നിലനിൽക്കണമെങ്കിൽ അതിനേക്കാൾ മൂല്യമുള്ള മറ്റൊരു വാക്ക് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതിയ കാലം നമ്മളെ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, പണമാണ് ഈ ലോകത്തിലെ പുതിയ കാലത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും മൂല്യമുള്ള ഒരു വാക്ക്. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായി മാറേണ്ടത്, തീവ്രമായിട്ടുള്ള ആഗ്രഹമായി മാറേണ്ടത് സാമ്പത്തികമായി വളരുക എന്നതാവണം. നിങ്ങളുടെ ഡയറി കുറിപ്പിൽ, നിങ്ങളുടെ ഡയറി താളുകളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ നല്ല കറുത്ത കട്ടിയുള്ള അക്ഷരത്തിൽ നിങ്ങൾ എഴുതി പിടിപ്പിക്കേണ്ടത്, ഏറ്റവും പ്രാധാന്യത്തോടെ എഴുതി പിടിപ്പിക്കേണ്ടത് എനിക്ക് സാമ്പത്തികമായി വളരണം എന്നതായിരിക്കണം. പണമുണ്ടാക്കുക എന്നതാവണം ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയാതെ പലതും ഈ ലോകത്തുണ്ടെന്ന് പല ആളുകളും ഒരുപക്ഷെ സാഹിത്യത്തിന്റെ പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പലതും പറഞ്ഞേക്കാം. പക്ഷേ അതിനെല്ലാത്തിനും അപ്പുറം യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പുതിയ കാലത്തിന്റെ പ്രത്യേകതയിലൂടെ, പുതിയ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ, പുതിയ കാലത്തിന്റെ ഫിലോസഫി, തത്വശാസ്ത്രത്തിലൂടെ ജീവിക്കാൻ കഴിയുന്നവരാണ് പുതിയ കാലത്തിന്റെ പ്രതീകങ്ങളായിട്ട് മാറുന്നത്. പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്നത് സാമ്പത്തികമായി വളർന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിന്റെ എല്ലാ ഭംഗിയും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പണമുണ്ടാക്കുക അതാവണം ആത്യന്തികമായ ഒരു വലിയ ലക്ഷ്യമായിട്ട് ഈ 2025 നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്. പലപ്പോഴും പല സംശയങ്ങളുണ്ട്, എങ്ങനെയാണ് നമുക്കിതൊക്കെ സാധ്യമാവുക എന്നത് അല്ലെ. അതിന് നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി ഇതുവരെ വളരാൻ പറ്റിയില്ല എന്നുള്ളത്. അതിന്റെ കാരണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരാൾ സാമ്പത്തികമായി വളരാത്തത് എന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 2 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് പറയാനുള്ളതും ഓർമ്മപ്പെടുത്താനുള്ളതും. അതായത് നിങ്ങളുടെ ജോലി നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. അതിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ബോധവാന്മാരാവുക. അത് നിങ്ങളുടെ ചെലവിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ചെലവിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എനിക്ക് സാമ്പത്തികമായി ഇനിയും വളരാനുണ്ട് എന്നല്ലേ. അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്താണോ ജോലി ചെയ്യുന്നത് ആ ജോലിയോടൊപ്പം അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയൊരു കാര്യം ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിലുള്ള ജോലിയിൽ നിങ്ങൾ തൃപ്തനാണെങ്കിൽ, ആ ജോലി ജീവിതത്തിൽ എന്നും എപ്പോഴും ഒപ്പം ചേർത്ത് പിടിച്ച് യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആവാം. പക്ഷേ സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് പര്യാപ്തമല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഡീഷണൽ ആയിട്ട് ഒരു പുതിയ വരുമാന മാർഗം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ബിൽഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ഒന്നോർക്കുക, പണം അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റെസ്പെക്ട് ചെയ്യപ്പെടുകയുള്ളൂ, സ്നേഹിക്കപ്പെടുകയുള്ളൂ, അംഗീകരിക്കപ്പെടുകയുള്ളൂ, എവിടെയും നിങ്ങൾക്കൊരു പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുന്നിൽ പോലും നിങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ജീവിതം വഴുതി മാറിപ്പോവും.
നിങ്ങളുടെ വീട്ടിൽ പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം വഴുതി മാറിപ്പോവും. അതുകൊണ്ട് സാമ്പത്തികമായി വളരാനുള്ളതുണ്ട്. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ജോലി നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ, അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങളെയും നിങ്ങൾക്ക് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് വളരാനുള്ള സാധ്യത തുറന്നു വരും. എന്നാൽ പലപ്പോഴും ഇത് രണ്ടും സംഭവിക്കാത്തത് ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് വളരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ജോലിയുണ്ട്, അതുകൊണ്ട് തട്ടിമുട്ടി നമ്മൾ കടന്നു പോകുന്നു. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ പിന്നീട് അത് ബാധ്യതകളായി മാറുന്നു. എന്നാൽ ഏത് പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കണം. നിലവിലുള്ള വരുമാനം തൻ്റെ ജോലിയിൽ നിന്ന് കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് തോന്നിയാൽ പുതിയൊരു വരുമാന മാർഗവും കൂടി നിങ്ങൾ കണ്ടെത്തുക. അത് കണ്ടെത്താൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. അവനവന്റെ വീട്ടിൽ നിന്ന് പോലും സമ്പാദിക്കുവാൻ കഴിയുന്ന പുതിയ അവസരങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി ശരിയല്ല, ഈ ജോലി കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ നിങ്ങളത് ഉപേക്ഷിക്കാൻ തയ്യാറാവുക. ആ സമയത്ത് ഉപേക്ഷിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നോ ആലോചിച്ചിട്ടാണ് പലപ്പോഴും തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒതുങ്ങി ഒരാൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ അത് ഉപേക്ഷിക്കുന്നിടത്ത് മറ്റൊരു ജോലി നേടാൻ നമ്മൾ നിർബന്ധിതരാകുന്നുണ്ട്. അവിടെ ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ ഇന്ന് തീരുമാനിച്ചിട്ട് ഇന്ന് തന്നെ നടപ്പിലാക്കണമെന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നല്ലപോലെ ആലോചിച്ച് നമ്മൾ മെല്ലെ പതുക്കെ ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു മികച്ച അവസരങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിൽ കടിച്ചു തൂങ്ങി ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചാൽ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് വളരാൻ പറ്റും. എന്നാൽ അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളാണ് നമുക്ക് ചുറ്റിലും ഉള്ളത് എന്നുള്ളതാണ് പല ആളുകളുടെയും പ്രശ്നം. നമ്മളൊന്ന് നോക്കിയാൽ മതി. ഈ ലോകം ഒരുപാട് അവസരങ്ങളും സാധ്യതകളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്, അല്ലെ? കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അവനവന്റെ വീട്ടിലിരുന്ന് പോലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ ലോകത്തിന്റെ അവസരങ്ങൾ കാണാനോ ഈ ലോകത്തിന്റെ സാധ്യതകൾ കാണാനോ ഈ ലോകം മുഴുവൻ നമുക്ക് സഞ്ചരിക്കണമെന്നില്ല. ഈ ലോകത്തിന്റെ മുഴുവൻ അവസരങ്ങളെയും സാധ്യതകളെയും നമ്മുടെ ഒരു ഫോണിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ ഒതുക്കി വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്കിന്ന് സാധിക്കും. അത്രത്തോളം ലോകത്തെ ഒതുക്കി വെക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടുണ്ട്. നമ്മുടെ ടെക്നോളജി അത്രക്കേറെ ഉയർന്ന തലത്തിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും ഈ ലോകത്തിന്റെ അറിവുകളെ സ്വന്തമാക്കുവാനും നമുക്ക് വളരെ എളുപ്പമാണ്. വിജയിക്കാൻ സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരാജയപ്പെടാനാണ് ബുദ്ധിമുട്ട്. പക്ഷേ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ അവസരങ്ങളെ, നമ്മുടെ സാധ്യതകളെ നമ്മൾ കാണാൻ തയ്യാറാവുന്നില്ല. ആ അവസരത്തെ ഉപയോഗിക്കുവാനുള്ള ധൈര്യം കാണിക്കുന്നില്ല, മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കും അവനവന്റെ വീട്ടിൽ നിന്ന് പോലും അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള വരുമാനം, സ്വയം പര്യാപ്തരാവുക, അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക ചുറ്റുപാടെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാനാവും. അപ്പോ പണം ഉണ്ടാക്കുക എന്നത് ഈ വർഷത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാക്കി നിങ്ങൾ ചേർത്ത് പിടിക്കുക. സാമ്പത്തികമായ വളർച്ച നേടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്നേഹിക്കപ്പെടും, അംഗീകരിക്കപ്പെടും, റെസ്പെക്ട് ചെയ്യപ്പെടും. എല്ലാ പ്രാധാന്യവും നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ നാട്ടിലും വീട്ടിലും ചുറ്റുപാടിലും ഒക്കെ നിങ്ങൾക്ക് മികച്ച ഒരു വ്യക്തിത്വം ഉണ്ടാകും. അത് പുതിയ കാലത്തിന്റെ പ്രത്യേകതയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹത്തിനോ നന്മകൾക്കോ മൂല്യമില്ല എന്നുള്ളതല്ല പറഞ്ഞത്. ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് പണവും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ചെടിയിൽ വിരിയുന്ന പൂക്കൾക്കാണ് നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളത്. എന്നാൽ ആ പൂക്കൾ വിരിഞ്ഞു നിൽക്കണമെങ്കിൽ അതിന് വെള്ളവും വളവും വേണമെന്ന് പറയും പോലെയാണ് സ്നേഹമൊക്കെ നിലനിൽക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട്. പണമുള്ള സാമ്പത്തികമായ അടിത്തറയുള്ള ഒരാളായി മാറേണ്ടതുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പുതിയ കാലം നമ്മളോട് പറയുന്ന കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കുവാനും തയ്യാറാവുക. പഴയ കാലത്തെ ഫിലോസഫികൾക്കപ്പുറം പുതിയ കാലത്തിന്റെ തത്വശാസ്ത്രത്തെയാണ് നമ്മൾ ചേർത്ത് പിടിച്ച് യാത്ര ചെയ്യേണ്ടത്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പണമുണ്ടാക്കാൻ നിങ്ങൾ വഴികൾ കണ്ടെത്തുക. ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ, സത്യസന്ധമായ വഴികളിലൂടെ മാത്രം പണമുണ്ടാക്കുക. അത് മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളായിട്ട് മാറാൻ എല്ലാവർക്കും കഴിയട്ടെ. അതോടൊപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് സ്നേഹം നിറഞ്ഞ ഒരു പുതുവത്സരാശംസകൾ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സമ്മാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.